വചനാഗ്നി വചനാഗ്നി ആത്മാവിൽ അഭിഷേക വചനാഗ്നി 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 ആത്മാവിൽ അഭിഷേക വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും അറിയട്ടെ വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും പടരട്ടെ വചനാഗ്നി യേശുവിൽ എത്രയും സ്നേഹം നിറഞ്ഞ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് ഈ ശാലോം ടെലിവിഷനിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സ്വരം നമുക്ക് കേൾക്കാം. മുറിപ്പെടുത്തിയവനെ സ്നേഹിക്കുന്ന മുറിവേറ്റ ദൈവത്തെക്കുറിച്ച് ധ്യാനിക്കുകയാണ്. കർത്താവിനെ മുറിപ്പെടുത്തിയവരോടുള്ള സ്നേഹത്തിൻ്റെ ആഴം വെളിപ്പെടുത്തുകയാണ്. ഇന്ന് ഈ ശുശ്രൂഷ പങ്കെടുക്കുമ്പോൾ തന്നെ, ഈ ശുശ്രൂഷയിൽ ചേർന്ന് നിൽക്കുമ്പോൾ തന്നെ, നിൻ്റെ കഴിഞ്ഞകാല ജീവിതത്തിൽ നീ ഒരു പാപിയായിട്ട് ജീവിച്ച വ്യക്തിയാണെങ്കിലും നിൻ്റെ മുറിവുകളിലൂടെ ഒത്തിരി അധികം, നിൻ്റെ പാപാവസ്ഥയിലൂടെ നീ ഒത്തിരി അധികം ദൈവത്തിൽ നിന്ന് അകന്നു പോയിട്ടുണ്ടെങ്കിൽ ആ മുറിപ്പെടുത്തിയ നിൻ്റെ മുറിവുകളുടെ പരിണിത ഫലമായിട്ട് ഈ മുറിവുകളിലൂടെ ഒഴുകുന്ന ദൈവത്തിൻ്റെ കരുണയും സ്നേഹത്തെക്കുറിച്ച് നിനക്ക് വെളിപ്പെടുത്തി തരികയാണ്. അങ്ങനെ ഈ വചന ശുശ്രൂഷയെ സംബന്ധിക്കുമ്പോൾ നിന്നെ എത്രമാത്രം ഈശോ സ്നേഹിക്കുന്നുണ്ട്, മുറിവേറ്റ ദൈവം മുറിപ്പെടുത്തിയവനെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ട് എന്ന് അനുഭവിച്ചറിയാൻ ഈ വചന ശുശ്രൂഷ കാരണമായിട്ട് തീരട്ടെ. ഈ വചനാഗ്നി ശുശ്രൂഷയിലൂടെ ദൈവത്തിൻ്റെ കാരുണ്യം, ദൈവത്തിൻ്റെ വാത്സല്യം, ദൈവത്തിൻ്റെ അനുകമ്പ, ദൈവത്തിൻ്റെ സഹിഷ്ണുത എത്ര വലുതാണെന്ന് നീ അനുഭവിച്ചറിയുക. വചനത്തിന്റെ വിത്ത് വിതയ്ക്കാൻ പോകാം, സ്നേഹത്തിന്റെ കതിരുകൾ കൊയ്യാൻ പോകാം. വചനത്തിന്റെ വിത്ത് വിതയ്ക്കാൻ പോകാം, സ്നേഹത്തിന്റെ കതിരുകൾ കൊയ്യാൻ പോകാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വെളിപാടിൻ്റെ പുസ്തകത്തിൽ 1-ാമത്തെ അധ്യായം 7-ാമത്തെ ഒരു വചനമുണ്ട്. ഇതാ അവൻ മേഘങ്ങളുടെ അകമ്പടിയോടെ ആഗതനാകുന്നു, ഓരോ മിഴിയും അവിടുത്തെ കാണും. അവനെ കുത്തി മുറിവേൽപ്പിച്ചവരും അവനെ പ്രതി മാറത്തടിച്ച് വിലപിക്കുന്ന ഭൂമിയിലെ സർവ്വഗോത്രങ്ങളും അവനെ ദർശിക്കും. കർത്താവിൻ്റെ 2-ാമത്തെ ആഗമനത്തെക്കുറിച്ച് യോഹന്നാൻ ശ്ലീഹ പറയുന്നത്, അവനെ കുത്തി മുറിവേൽപ്പിച്ചവർ, അവനെ പ്രതി മാറത്തടിച്ചവർ അവനെ പ്രതി സന്തോഷിക്കും. കുത്തി മുറിവേൽപ്പിച്ചവർ. ഇതേ വചനം തന്നെ സമാനമായിട്ടുള്ള രീതിയിൽ സക്കറിയയുടെ പുസ്തകത്തിൽ 12-ാമത്തെ അധ്യായത്തിൽ സക്കറിയ 12:10, ഞാൻ ദാവീദ് ഭവനത്തിൻ്റെയും ജെറുസലേം നിവാസികളുടെ മേൽ കൃപയുടെയും പ്രാർത്ഥനയുടെയും ചൈതന്യം പകരും. അപ്പോൾ തങ്ങൾ കുത്തി മുറിവേൽപ്പിച്ചവനെ നോക്കി ഏകജാതനെ പ്രതി എന്ന പോലെ അവർ കരയും, ആദ്യജാതനെ പ്രതി എന്നതുപോലെ ദുഃഖത്തോടെ വിലപിക്കും. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ വേദനിപ്പിച്ച ദൈവം നമ്മളെ അനുഗ്രഹിക്കുന്നു. അത് അനുഭവിക്കാനുള്ളൊരു അഭിഷേകം നമുക്കുണ്ടാകണം. അങ്ങനെയാണ് ഒരു ബോധ്യം കിട്ടുന്നത്. കഴിഞ്ഞ കാലത്ത് ഞാൻ പാപിയായിട്ട് ജീവിച്ചപ്പോൾ ദൈവം വേദനിച്ചെന്നും ഇന്ന് ആ വേദനിപ്പിച്ച ദൈവം എന്നെ ഒത്തിരി മുറിവേറ്റ ദൈവമാണ് എന്നെ സൗഖ്യപ്പെടുത്തുന്നത് എന്ന ആ ഒരു തിരിച്ചറിവ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ഭൂമിയിൽ ദൈവകരുണയോട് ആഴമായിട്ടുള്ള ബന്ധം പുലർത്താനായിട്ട് നിനക്ക് ശക്തി തരും. അപ്പോൾ അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നീ വേദനിപ്പിച്ച, നിന്നെ മുറിപ്പെടുത്തിയ ദൈവത്തിൻ്റെ കരുണ എത്രമാത്രം ആഴമുള്ളതാണ് എന്ന് നീ തിരിച്ചറിയണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യോഹന്നാൻ്റെ സുവിശേഷം 19-ാമത്തെ അധ്യായം 34-ാമത്തെ തിരുവചനം, എന്നാൽ പടയാളികളിൽ ഒരുവൻ അവൻ്റെ പാർശ്വത്തിൽ കുന്തം കൊണ്ട് കുത്തി, ഉടനെ അതിൽ നിന്ന് രക്തവും വെള്ളവും പുറപ്പെട്ടു. അത് കണ്ടയാൾ തന്നെ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു. അവൻ്റെ സാക്ഷ്യവും സത്യവുമാണ്. നിങ്ങളും വിശ്വസിക്കേണ്ടതിന് താൻ സത്യമാണ് പറയുന്നതെന്ന് അവൻ അറിയുകയും ചെയ്യുന്നു. അവൻ്റെ അസ്ഥികളിൽ ഒന്നുപോലും തകർക്കപ്പെടുകയില്ല എന്ന് തിരുവെഴുത്ത് പൂർത്തിയാകാൻ വേണ്ടിയാണ് ഇത് സംഭവിച്ചത്. മറ്റൊരു തിരുവെഴുത്ത് പറയുന്നു, തങ്ങൾ കുത്തി മുറിവേൽപ്പിച്ചവനെ അവർ നോക്കി നിൽക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അത് ദൈവത്തിൻ്റെ വലിയൊരു കൃപയുടെ ആഴമാണ്. ഒരു പാപിക്ക് കഴിഞ്ഞ കാലത്ത് ഞാൻ ചെയ്ത പാപങ്ങളെ പ്രതി ദൈവം വേദനിച്ചല്ലോ എന്നോർത്ത് കരയാനായിട്ട് കഴിയുന്നത്. അതാണ് മുൻപ് ഒരു വചന ശുശ്രൂഷയിൽ ഞാൻ ഈ ഫ്രാൻസിസ് അസീസിയെക്കുറിച്ച് പറയുന്നുണ്ട്.
ഫ്രാൻസിസ് അസീസിയുടെ കണ്ണുനീര്, എൻ്റെ പാപം നിമിത്തം ഈശോ ഒരു കുഷ്ഠരോഗിയെപ്പോലെ എൻ്റെ അടുക്കിലേക്ക് വന്നല്ലോ. എൻ്റെ കഴിഞ്ഞകാല പാപജീവിതം മൂലം ഈശോ ഒരു കുഷ്ഠരോഗിയെപ്പോലെ എൻ്റെ അടുക്കിലേക്ക് വന്നല്ലോ. അപ്പോൾ അത് ദൈവം നൽകുന്നൊരു കൃപയാണ്. ഈ ദൈവത്തിൻ്റെ മുമ്പിൽ കഴിഞ്ഞകാല ജീവിതത്തിൽ ഞാൻ ചെയ്ത പാപങ്ങളെ ഓർത്ത് കരയാൻ പറ്റുന്നത്. പൗലോസ്ലീഹ ജീവിതത്തിൽ പറയുന്നുണ്ട്, പല ആവർത്തി പറയുന്നൊരു കാര്യമാണ്, ഞാൻ പാപികളിൽ ഒന്നാമനാണ്. നമുക്കെല്ലാവർക്കും അറിയാം. 1 കൊരിന്ത്യക്കാർക്ക് എഴുതിയ ലേഖനം 15-ാം അധ്യായം 9-ാമത്തെ തിരുവചനം, ഞാൻ അപ്പസ്തോലന്മാരിൽ ഏറ്റവും നിസ്സാരനാണ്, ക്രിസ്തുവിൻ്റെ സഭയെ പീഡിപ്പിച്ചത് നിമിത്തം. അപ്പം അതിൻ്റെ അർത്ഥം വെളിപ്പെടുത്തി, ഞാൻ കഴിഞ്ഞ കാലത്ത് ക്രിസ്തുവിൻ്റെ സഭയെ പീഡിപ്പിച്ച ആളാണ്, കഴിഞ്ഞ കാലത്ത് ക്രിസ്ത്യാനികളെ വെറുത്തിരുന്ന ആളാണ്, കഴിഞ്ഞ കാലത്ത് ഈശോയ്ക്കെതിരായിട്ട് ജീവിച്ച ഒരാളാണ്. ക്രിസ്തുവിൻ്റെ സഭയെ പീഡിപ്പിച്ച നിമിത്തം അപ്പസ്തോലൻ എന്ന പേരിന് പോലും ഞാൻ യോഗ്യനല്ല. അപ്പോൾ കഴിഞ്ഞ കാലത്ത് ഞാനൊരു പാപിയാണ്. അത്രമാത്രം എളിമയാണ്, അതൊരു അഭിഷേകമാണ്. ഒരു വ്യക്തിക്ക് ദൈവത്തിൻ്റെ പീഡാനുഭവങ്ങളെക്കുറിച്ചും സ്വന്തം പാപത്തെക്കുറിച്ചും വെളിപ്പെട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഒരിക്കലും അഹങ്കരിക്കാൻ പറ്റിയല്ല. ഇന്ന് പലരുമൊക്കെ അഹങ്കരിക്കാനായിട്ടുള്ള കാരണം ഈ ഒരു ബോധ്യം നഷ്ടപ്പെടുന്നത്, ഞാൻ പാപിയായിരുന്നല്ലോ, കഴിഞ്ഞ കാലത്തൊരു പാപിയാണല്ലോ. അങ്ങനെ പാപിയായിട്ട് ജീവിച്ച വ്യക്തി കർത്താവിൻ്റെ മുമ്പിൽ കണ്ണുനീരോടുകൂടി ആയിരിക്കും. അവനവൻ്റെ പാപങ്ങളെക്കുറിച്ച് കരയാനായിട്ട് പറ്റും. അല്ലെങ്കിൽ വീണ്ടും പൗലോസ്ലീഹ പറയുന്നുണ്ട്, 1 തിമോഥെയോസിൻ്റെ ലേഖനം 1:15 പറയുന്നുണ്ട്, യേശുക്രിസ്തു ലോകത്തിലേക്ക് വന്നത് പാപികളെ രക്ഷിക്കാനാണെന്ന് പറഞ്ഞ പ്രസ്താവം തികച്ചും വിശ്വസനീയവും സ്വീകാര്യവുമാണ്. പാപികളിൽ ഒന്നാമനാണ് ഞാൻ. ഇങ്ങനെ കർത്താവിൻ്റെ മുമ്പിൽ എളുപ്പപ്പെടാൻ തക്ക ഒരു അഭിഷേകം നമുക്കുണ്ടാകണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതാണ് ഞാൻ കർത്താവിനെ വേദനിപ്പിച്ചു, എൻ്റെ പ്രവൃത്തികൾ കർത്താവിനെ വേദനിപ്പിച്ചു, എൻ്റെ ജീവിതം, എൻ്റെ പ്രവൃത്തി, എൻ്റെ വാക്ക്, എൻ്റെ ചെയ്തികൾ വഴിയായിട്ട് കർത്താവ് വേദനിച്ചു. അതിനെ ഓർത്ത് കരയാൻ പറ്റുന്നത് അഭിഷേകമാണ്. അപ്പോൾ നമ്മളൊരു ആ ജീവിതത്തിലേക്ക് നൽകുന്ന ഒരു അഭിഷേകമാണ്, ഞാൻ മൂലം വേദനിച്ചവനാണ് കർത്താവ്. അതുകൊണ്ടാണ് ഈശോ ഈ പൗലോസിൻ്റെ മാനസാന്തരവുമായിട്ട് ബന്ധപ്പെടുത്തി അപ്പസ്തോല പ്രവർത്തനത്തിൻ്റെ അവസാന ഭാഗത്ത് എങ്ങനെയാണ് കർത്താവിന് വേദനിച്ചത് എന്ന് കൃത്യമായിട്ട് പറയുന്നൊരു ഭാഗമുണ്ട്. അതായത് അപ്പസ്തോല പ്രവർത്തനം 26-ാം അധ്യായം 14-ാമത്തെ തിരുവചനം, ഞങ്ങളെല്ലാവരും നിലംപതിച്ചപ്പോൾ ഹെബ്രായ ഭാഷയിൽ എന്നോട് പറയുന്ന ഒരു സ്വരം ഞാൻ കേട്ടു, സാവൂൾ സാവൂൾ നീ എന്നെ പീഡിപ്പിക്കുന്നത് എന്തുകൊണ്ട്? ഈ ഉള്ളിൽ അനുഭവിക്കുന്നൊരു ബോധ്യമാണ്. എന്നോട് തന്നെ പൗലോസ് പറയാം, എന്നോട് തന്നെ ഈശോ പറയുവാണ്, സാവൂൾ സാവൂൾ നീ എന്തിനെന്നെ പീഡിപ്പിക്കുന്നു? നീ എഴുന്നേറ്റ് നിൽക്കുക, ഇരുമ്പാണിമേലാണ് തൊഴിക്കുന്നത്, നീ പീഡിപ്പിക്കുന്ന ഈശോയാണ് ഞാൻ. അപ്പോൾ ആ ബോധ്യം കിട്ടിക്കഴിഞ്ഞപ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മറ്റുള്ളവരെ വേദനിപ്പിച്ച ആ വേദനയുടെ അനുഭവങ്ങളല്ല ഞാൻ എൻ്റെ ഈ കാലഘട്ടങ്ങളിൽ ചെയ്തപ്പോഴല്ലേ ഈശോ മിശിഹായാണല്ലോ വേദനിപ്പിച്ചത്. നീ നിൻ്റെ അപ്പനെ വേദനിപ്പിച്ചപ്പോഴും, അമ്മയെ വേദനിപ്പിച്ചപ്പോഴും, ജീവിത പങ്കാളിയെ വേദനിപ്പിച്ചപ്പോഴും, സഹോദരങ്ങളെ വേദനിപ്പിച്ചപ്പോഴും, നിൻ്റെ അയൽക്കാരെ വേദനിപ്പിച്ചപ്പോഴും അവർ വേദനിക്കുന്നതല്ല, നിൻ്റെ ദൈവം വേദനിക്കുന്നത് ധ്യാന വിഷയമായിട്ട് മാറുമ്പോഴാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ കർത്താവിൻ്റെ അടുത്ത് പൊട്ടിക്കരയാൻ പറ്റുന്നത്. നീ ഒരു പാപിയായിട്ട് ജീവിച്ചപ്പോൾ, പാപജീവിതം നയിക്കുമ്പോൾ നിന്നെ പ്രതി കരയുന്ന കർത്താവിനെ നിനക്ക് അനുഭവിക്കാൻ പറ്റുന്നുണ്ടോ? നീ ഒരു വ്യഭിചാരിണിയായിട്ട് ജീവിക്കുമ്പോൾ, വ്യഭിചാരിയായിട്ട് ജീവിക്കുമ്പോൾ, ഒരു മദ്യപാനിയായിട്ട് തകർന്ന ജീവിതം നയിക്കുമ്പോൾ, വെറുപ്പിലും വിദ്വേഷത്തിലും കഴിയുമ്പോൾ നിൻ്റെ മുമ്പിൽ പൊട്ടിക്കരയുന്ന കർത്താവിനെ അനുഭവിക്കാനായിട്ട് പറ്റുക. നിൻ്റെ മുമ്പിൽ കരഞ്ഞു നിൽക്കുന്ന ദൈവത്തെ, ഞാൻ മൂലം നിൻ്റെ പാപത്തെ പ്രതി കരയുന്ന ദൈവത്തെ, നിൻ്റെ പാപത്തെ പ്രതി കരയുന്ന ദൈവത്തെ നിനക്ക് അനുഭവിച്ച് അറിയാനായിട്ട് പറ്റണം. അതാണ് ഈശോ മിശിഹായുടെ കുരിശിൽ പറയുന്നത്, എൻ്റെ ദൈവമേ എന്തുകൊണ്ട് എന്നെ ഉപേക്ഷിച്ചു? ഈശോ മിശിഹായുടെ കണ്ണുനീരുണ്ട്. ഇവർ ചെയ്യുന്ന എന്തെന്ന് അറിയുന്നില്ല, ഇവരോട് പൊറുക്കണമേ. ആഴമായ കണ്ണുനീരാണ്. ധ്യാനിക്കാനായിട്ട് പറ്റിക്കഴിഞ്ഞാൽ ഈ ഈശോ മിശിഹായുടെ പീഡാനുഭവം ധ്യാനിക്കുമ്പോഴാണ് ഞാൻ എത്രമാത്രം വലിയ പാപിയാണെന്നുള്ള ഒരു ബോധ്യം നമ്മുടെ ഉള്ളിലേക്ക് നിറയുന്നത്. അതുകൊണ്ട് ഈ കൂടെ ധ്യാനിക്കേണ്ട ഒരു കാര്യമാണ് ഈശോ മിശിഹായുടെ പീഡാനുഭവം. ഈശോ മിശിഹായുടെ പീഡാനുഭവത്തെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ ആ ധ്യാനം യഥാർത്ഥമാണെങ്കിൽ അവസാനം ഒരു ഉത്തരം കണ്ടെത്തും. ഈശോ ഇന്ന് വേദനിക്കാൻ കാരണം, ഈശോ മുറിയപ്പെടാൻ കാരണം, ഈശോ ഇത്രമാത്രം തിരസ്കരണങ്ങളുടെ ഒറ്റപ്പെടലിൻ്റെ അനുഭവങ്ങളിലൂടെ കടന്നു പോകാൻ കാരണം എൻ്റെ പാപങ്ങളാണ്, എൻ്റെ പാപങ്ങളാണ്. അതാണ് അങ്ങേക്ക് എതിരായിട്ട് ഞാൻ പാപം ചെയ്തു, അങ്ങയുടെ മുമ്പിൽ ഞാൻ തിന്മ പ്രവർത്തിച്ചു എന്ന് ദാവീദ് സങ്കീർത്തനത്തിലൂടെ പറയുന്നു, അങ്ങേക്കെതിരായിട്ട്. അപ്പോൾ ചെയ്തത് ഊറിയായും അല്ലെങ്കിൽ ബേത്ശബായ്ക്കും എതിരായിട്ടാണെങ്കിൽ പോലും ഒരു കാര്യം മനസ്സിലായി, ഞാൻ ചെയ്തത് ദൈവത്തിനെതിരായിട്ടാണ്. അപ്പോൾ ആ ഒരു തിരിച്ചറിവ് ഉണ്ടാകുമ്പോഴാണ് ദൈവത്തിൻ്റെ മുമ്പിൽ പാപങ്ങളെ ഓർത്ത് പൊട്ടിക്കരയാനായിട്ട് പറ്റുന്നത്. എൻ്റെ പാപങ്ങളെ ഓർത്ത് പൊട്ടിക്കരയാനായിട്ട് പറ്റുന്നത് ദൈവത്തിൻ്റെ വലിയ കൃപയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതായത് ഒരു പിതാവിൻ്റെ സ്നേഹത്തിൻ്റെ ആഴം എന്താണെന്ന് ഈ ധൂർത്തപുത്രൻ മനസ്സിലാക്കുന്നുണ്ട്. അതായത് ലൂക്കായുടെ സുവിശേഷം 5-ാമത്തെ അധ്യായത്തിൽ തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോൾ അവന് പുതിയ വസ്ത്രവും കയ്യിൽ മോതിരവും
ചെരുപ്പും കൊഴുത്ത കാളക്കുട്ടിയെയും അവന് വിരുന്നൊരുക്കി കഴിയുമ്പോൾ ഈ ധൂർത്തപുത്രന് ഒരു കാര്യം ബോധ്യപ്പെടുകയാണ്, ഇത്രമാത്രം എന്നെ പിതാവ് സ്നേഹിച്ചല്ലോ, ഇത്രമാത്രം എന്നെ പിതാവ് സ്നേഹിക്കുന്നുണ്ടായിരുന്നല്ലോ. കയ്യിലേക്ക് അവന് കിട്ടിയ അനുഗ്രഹങ്ങളുടെ ആഴം അവൻ കണക്കിലെടുക്കുമ്പോഴാണ്. അവന് നല്ല വസ്ത്രം കൊടുക്കുന്നു, അവന് ചെരുപ്പ് കൊടുക്കുന്നു, കയ്യിൽ മോതിരം കൊടുക്കുന്നു, അവന് വേണ്ടി വിഭവസമൃദ്ധമായൊരു വിരുന്നൊരുക്കുന്നു. ഇങ്ങനെ ഒരു പിതാവ് ചെയ്യുന്നത് കാണുമ്പോൾ ധൂർത്തപുത്രൻ്റെ മനസ്സിലേക്ക് ഒരു പക്ഷേ വന്നിരിക്കുന്നതായിരിക്കണം, എൻ്റെ പിതാവ് എന്നെ എത്ര സ്നേഹിക്കുന്നുണ്ടായിരുന്നല്ലോ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു വ്യക്തിയെ ദൈവം സ്നേഹിക്കുന്നതിൻ്റെ ആഴം തിരിച്ചറിയാനായിട്ട് പറ്റുന്നത് ഒരു അഭിഷേകമാണ്. ഇന്ന് പലർക്കും അറിയാൻ പാടില്ലാത്തൊരു കാര്യമാണ് ദൈവം നിങ്ങളെ സ്നേഹിക്കുന്ന എത്രമാത്രമാണെന്ന്. എത്രമാത്രം നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് എന്ന് നിനക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല. കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ ആഴം നിനക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ഒരു മനസ്സിലാക്കാനായിട്ട് കഴിയുമ്പോൾ എൻ്റെ പാപങ്ങളെ ഓർത്ത് എനിക്ക് പൊട്ടിക്കരയാനായിട്ട് പറ്റും. അതാണ് ധൂർത്തപുത്രൻ്റെ ഒരുപക്ഷെ കണ്ണുനീര്. അതെ, ആ വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ അവൻ്റെ ഒരുപക്ഷെ കരയായിരിക്കും, ഇത്രയും സ്നേഹിക്കുന്ന പിതാവിനെയാണല്ലോ ഞാൻ വേദനിപ്പിച്ചത്. അങ്ങനെയാണെങ്കിൽ ഈ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു വ്യക്തിക്ക് ദൈവസ്നേഹത്തിൻ്റെ ആഴം, കർത്താവ് സ്നേഹിക്കുന്നതിൻ്റെ ആഴം മനസ്സിലാക്കി കഴിയുമ്പോൾ അവൻ ചങ്കുപൊട്ടിക്കരയും, ഇത്ര സ്നേഹിക്കുന്നവനായിരുന്നല്ലോ എൻ്റെ ദൈവം, ഇത്രമാത്രം സ്നേഹിക്കുന്നവനാണല്ലോ ദൈവം. ദൈവം നൽകുന്നവനല്ല, ദൈവം എല്ലാം ഭൗതികമായിട്ട് നൽകുന്നതല്ല, ദൈവം പൂർണ്ണമായിട്ട് നമുക്ക് വേണ്ടി ഇല്ലാതായി തീരുന്നവനാണ്. ദൈവം നൽകുന്നതിനേക്കാൾ സ്വയം മറ്റുള്ളവർക്ക് വേണ്ടി ഇല്ലാതായി തീരുന്നവനാണ്, മുറിയപ്പെടുന്നവനാണ്, വിഭജിച്ച് നൽകുന്നവനാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ മുറിയപ്പെടുന്ന കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ ആഴം മനസ്സിലാക്കാനായിട്ട് കഴിയുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ യേശുവിൻ്റെ മുറിവിനെക്കുറിച്ചും ദൈവത്തിൻ്റെ കരുണയെക്കുറിച്ചും ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഏതാനും കാര്യങ്ങൾ നിങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ്. ഒന്നാമത്, ഈ പാപവും പാപത്തിൻ്റെ പരിണിത ഫലവും ഈ ദൈവസ്നേഹത്തെക്കുറിച്ച് ധ്യാനിക്കുമ്പോഴാണ് ഒരു വ്യക്തിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഈ പാപത്തിൻ്റെ പരിണിത ഫലവും പാപവും അതെത്രമാത്രം വലുതാണ് എന്ന് വെളിപ്പെട്ട് കിട്ടുന്നത് ഈ ദൈവസ്നേഹത്തെക്കുറിച്ച് ധ്യാനിക്കുമ്പോഴാണ്. അതായിരിക്കണം ഒരുപക്ഷെ ഈ പാപിനിയായ സ്ത്രീ ആ കാൽപാദത്തിൻ്റെ ചുവട്ടിലിരിക്കുമ്പോൾ ഈ പാപത്തിൻ്റെ വലിപ്പവും ദൈവത്തിൻ്റെ സ്നേഹവും ഒരേ സമയം ധ്യാനിച്ചിട്ടുള്ളവളായിരിക്കാം. ഈ പാപത്തിൻ്റെ ആഴവും പാപത്തിൻ്റെ വലിപ്പവും തിരിച്ചറിഞ്ഞാൽ അതൊരു വശത്ത്, രണ്ടാമത് ദൈവത്തിൻ്റെ സ്നേഹവും അനുഭവിക്കുകയും ചെയ്ത് കഴിയുമ്പോൾ ഒരിക്കലും യഥാർത്ഥത്തിൽ ആ ദൈവസ്നേഹം അനുഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ പാപത്തെ ഇങ്ങനെ വെറുക്കാനായിട്ട് തുടങ്ങും. ഇന്ന് ഈ പാപത്തെ താലോലിക്കാനും ചെയ്ത പാപം വീണ്ടും ആവർത്തിക്കുവാനും കഴിഞ്ഞ കാലത്ത് ചിലരുടെ ജീവിതത്തിൻ്റെ പ്രത്യേകതയാണ്, വർഷങ്ങളോളമായിട്ട് ഒരേ പാപം തന്നെ അടിമയാണ്. ചില പാപങ്ങൾ ഒരു തഴക്കദോഷം പോലെ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. അങ്ങനെ ഈ പാപത്തെ ലാഘവത്തോടെ കണ്ട് ഈ പാപം ജീവിതത്തിൻ്റെ തഴക്കദോഷമായിട്ട് മാറാനുള്ള കാരണം ഈ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ആഴം മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ ആഴം ശക്തമായിട്ട് മനസ്സിലാക്കണം. ഈശോ നിന്നെ എത്രമാത്രം സ്നേഹിക്കുന്നുവെന്ന് തിരിച്ചറിയുമ്പോഴാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ പാപത്തെ പൂർണ്ണമായിട്ട് വെറുത്തുപേക്ഷിക്കാനായിട്ട് പറ്റുന്നത്. നമുക്ക് പാപത്തെ വെറുത്തുപേക്ഷിക്കാനായിട്ട് പറ്റണം. അപ്പം അത് അറിയണമെങ്കിൽ ഈ ദൈവത്തെ അറിയണം. പാപത്തെ അറിയണമെങ്കിൽ ദൈവത്തെ അറിയുകയും ചെയ്യണം. ദൈവാനുഭവം, ദൈവത്തിൻ്റെ കൃപയുടെ ആഴം, ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ആഴം മനസ്സിലാക്കി കഴിയുമ്പോഴാണ് ഒരു പാപത്തിൻ്റെയും അല്ലെങ്കിൽ പാപത്തിൻ്റെ ഫലമായിട്ടുള്ള ആ ഒരു ജീവിതത്തിൻ്റെയും അസ്വസ്ഥതകളും തിന്മകളും എന്താണെന്ന് പൂർണ്ണമായിട്ടും മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പം അതുകൊണ്ട് ആഴമായിട്ട് ദൈവത്തെ സ്നേഹിക്കാനായിട്ട് നമുക്ക് കഴിയണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പാപവും പാപത്തിൻ്റെ പരിണിത ഫലവും ദൈവസ്നേഹവും ഒരുമിച്ച് ധ്യാനിക്കണം. പാപവും പാപത്തിൻ്റെ പരിണിത ഫലവും ദൈവസ്നേഹവും ധ്യാനിക്കുമ്പോഴാണ് ദൈവസ്നേഹം എത്രമാത്രം ശക്തമാണെന്നും പാപം എത്രമാത്രം നമ്മളെ അടിമപ്പെടുത്തുമെന്നും തിരിച്ചറിയാൻ പറ്റുന്നത്. അങ്ങനെ ഈ പാപത്തെ വെറുത്തുപേക്ഷിച്ച് ദൈവത്തെ സ്നേഹിക്കാനുള്ള നല്ല തീരുമാനം എടുക്കുവാനായിട്ട് നമുക്ക് ശക്തി തരും. രണ്ടാമത്, ഒരു വ്യക്തി തിരിച്ചറിയേണ്ട കാര്യം, പാപത്തെ വിധിക്കുന്ന ഒരു സമൂഹത്തിൽ ദൈവം ഒരു പാപിയെ ചേർത്ത് പിടിക്കുന്നവനാണ്. പാപിയെ വിധിക്കുന്ന സമൂഹത്തിൽ ദൈവം പാപിയെ ചേർത്ത് പിടിക്കുന്നവരാണ്. നമുക്കറിയാം, പാപം ചെയ്ത വ്യക്തി ഇന്ന് സമൂഹം മുഴുവൻ ഇങ്ങനെ സമൂഹ മാധ്യമങ്ങളിലും പരസ്യമായിട്ടുമൊക്കെ അവഹേളിക്കുന്നുണ്ട്. പാപത്തെ ഒരു വ്യക്തി തെറ്റ് ചെയ്യാനായിട്ട് കാത്തിരിക്കുകയാണ്, അല്ലെങ്കിൽ ക്രൂശിക്കാനായിട്ട്. എല്ലാവർക്കും ക്രൂശിക്കാനായിട്ട് എളുപ്പമാണ്, എല്ലാവർക്കും അവഹേളിക്കാനായിട്ട് എളുപ്പമാണ്, എല്ലാവർക്കും സമൂഹ മധ്യത്തിൽ ഒരാളെ പരസ്യമായിട്ട് നിന്ദിക്കാനും അവഹേളിക്കാനും ഒക്കെ ഇതിൽ നിസ്സാര കാരണം മതി. ഇന്നൊരു പാപിയെ ചേർത്ത് പിടിക്കാനായിട്ട് ആർക്കും പറ്റിയില്ല. പാപിയെ പുറന്തള്ളുന്ന അല്ലെങ്കിൽ പാപിയെ പരസ്യമായിട്ട് അവഹേളിക്കുന്ന ഒരു കാഴ്ചപ്പാട് ഈ സമൂഹത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. അപ്പോഴാണ് ഈ ദൈവത്തിൻ്റെ മനോഭാവം ഒരു പാപിയെ ചേർത്ത് പിടിക്കുക,
അല്ലേ? മത്തായിയുടെ സുവിശേഷം 9-ാമത്തെ അധ്യായത്തിൽ ഈശോ മത്തായിയുടെ ഭവനത്തിൽ നിൽക്കുമ്പോൾ ഇവൻ ഒരു പാപിയുടെ വീട്ടിൽ വിരുന്നിനിരിക്കുന്നല്ലോ എന്ന് ഓർത്ത് കുറ്റപ്പെടുത്തുന്നവരാണ്, കളിയാക്കുന്നവരാണ്. അങ്ങനെ കളിയാക്കുന്നവരുടെ ഇടയിലാണ് കർത്താവ് മത്തായിയെ ചേർത്ത് പിടിക്കുന്നത്. ഞാൻ വന്നിരിക്കുന്നത് പാപികളെ തേടിയാണ്. പാപിയെ അവഹേളിക്കുകയും നിന്ദിക്കുകയും പാപസാഹചര്യങ്ങളെ പ്രതി അവനെ നിന്ദിക്കുകയും എല്ലാവരുടെയും മുമ്പിൽ വെച്ച് പരസ്യമായിട്ട് അവഹേളിക്കുകയും ചെയ്യുന്നിടത്താണ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്. പാപിയെ വിധിക്കുന്ന സമൂഹത്തിൽ ദൈവം പാപിയെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നവനാണ്. അതാണല്ലോ പാപിനിയായ സ്ത്രീയെ കർത്താവ് പ്രൊട്ടക്റ്റ് ചെയ്തു. കുഷ്ഠരോഗിയായ ശിമിയോൻ പറഞ്ഞു, ഇവൾ ഏത് തരക്കാരിയാണ്, കർത്താവ് അവിടെ പ്രൊട്ടക്റ്റ്, ഇവളെ എല്ലാവരെക്കാൾ അധികമായിട്ട് സ്നേഹിച്ചു. വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയെ കല്ലെറിയാനായിട്ട് വിധിക്കുന്ന സമൂഹത്തിലാണ് കർത്താവ് അവളെ പ്രൊട്ടക്റ്റ് ചെയ്തത്. നിങ്ങൾ പാപമില്ലാത്തവർ ആദ്യം ഇവളെ കല്ലെറിയട്ടെ. അല്ലെങ്കിൽ ഈ ചുങ്കക്കാരനെ ഈ പരിസേയൻ നിന്ദിക്കുന്ന സമയം, ഞാൻ ഈ ചുങ്കക്കാരനെ പോലെയല്ല എന്ന സമയത്താണ് അവൻ നീതീകരിക്കപ്പെട്ടു എന്ന് പറഞ്ഞ് പ്രൊട്ടക്റ്റ് ചെയ്തത്. ഒരു പാപിയെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് ദൈവത്തിന് കഴിയും. നീ ഒരു പാപിയാണെങ്കിൽ നിന്നെ കർത്താവ് പ്രൊട്ടക്റ്റ് ചെയ്യും. ആ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് ഈശോയുടെ ആ മുറിവുകളുടെ, അല്ലെങ്കിൽ ഒരു മുറിവേറ്റ കർത്താവിൻ്റെ കരുണയുടെ ആഴമാണ്. ഒരു പാപിയെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് അതാണ്. തങ്ങൾ കുത്തി മുറിവേൽപ്പിച്ചവനെ അവർ നോക്കി നിൽക്കും. ഏറ്റവും അവസാനമായിട്ട് ഈശോമിശിഹായുടെ പാർശ്വത്തിൽ കുത്തുന്നവനും കർത്താവ് കരുണയാണ് ഒഴുകുന്നത്. അതിലൂടെ ഒരു പാപിയെ എക്കാലവും, അതായത് ഒരു പാപിയുടെ ജീവിതാവസാനം വരെ അവനെ പ്രൊട്ടക്റ്റ് ചെയ്യും. പക്ഷേ മാനസാന്തരപ്പെടുക എന്നുള്ളത് ദൈവം അവന് കൊടുക്കുന്ന ഒരു വാഗ്ദാനമാണ്, അല്ലെങ്കിൽ അവന് കൊടുക്കുന്ന ഒരു താക്കീതാണ്. അവനെ മാനസാന്തരത്തിലേക്ക് കർത്താവ് വിളിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരൻ, അതുകൊണ്ട് രണ്ടാമത്തെ ഈ പോയിന്റ്, അതായത് പാപിയെ വിധിക്കുന്ന സമൂഹത്തിൽ അവനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നവനാണ്, സംരക്ഷിക്കുന്നവനാണ് കർത്താവ്. മൂന്നാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം, പാപിയുടെ ആത്മാവിന് ദൈവം വില കൊടുക്കുന്നു. ഒരു പാപിയുടെ ആത്മാവിന് ദൈവം വില കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ബൈബിളിൽ നമുക്കെല്ലാവർക്കും അറിയാവുന്ന സുപരിചിതമായ ഒരു വചനം, മത്തായി 18:14, ഈ ചെറിയവരിൽ ഒരുവൻ പോലും നശിച്ചു പോകുവാൻ എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് ആഗ്രഹിക്കുന്നില്ല. ഇങ്ങനെ ഒരു വചനം പറയുന്നത് ഈ ആത്മാവിനെ അത്രമാത്രം സ്നേഹിക്കുന്നു. ദൈവം ഒരു ആത്മാവിനെയും അത്രമാത്രം സ്നേഹിക്കുന്നുണ്ട്. നമ്മൾ വചനത്തിൽ വായിക്കുന്നുണ്ട്, നല്ല കള്ളനെക്കുറിച്ച് പറയുന്നുണ്ട്. ആ നല്ല കള്ളൻ കർത്താവിൻ്റെ നേരെ നോക്കുന്നു, കർത്താവ് അവൻ്റെ നേരെ നോക്കുന്നു. ശരി, യഥാർത്ഥത്തിൽ ആ നല്ല കള്ളൻ്റെ നേരെ നോക്കുന്നതിനേക്കാൾ അവൻ്റെ ആത്മാവിലേക്ക് കർത്താവ് നോക്കുന്നത്. അവസാന സമയത്ത് അവൻ്റെ ആത്മാവിനെ രക്ഷിക്കണം. സമരിയാക്കാരി സ്ത്രീ, അവൾ പാപത്തിൽ, അവൾ ശരീരത്തെക്കുറിച്ച് പറയുമ്പോൾ കർത്താവ് ആത്മാവിനെക്കുറിച്ചാണ് പറയുന്നത്. ഈ ജലം വീണ്ടും എനിക്ക് കോരേണ്ട വരികയില്ലല്ലോ. അങ്ങനെ അവൾ ജലത്തെക്കുറിച്ചും ഭൗതികമായ കാര്യങ്ങളെക്കുറിച്ച് പറയുന്നത്, ഞാൻ നൽകുന്ന ജലം കുടിക്കുന്നവന് ഒരിക്കലും ദാഹിക്കുകയില്ല. അവളുടെ ആത്മാവിനെ കർത്താവ് അത്രമാത്രം സ്നേഹിച്ചതുകൊണ്ടാണ് ആ ആത്മാവിനെ നേടിക്കഴിഞ്ഞപ്പോൾ പറയുക, നിങ്ങളറിയാത്തൊരു ഭക്ഷണം എനിക്കുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരാത്മാവിന് ദൈവം കൊടുക്കുന്നൊരു വിലയുണ്ട്. ഇന്ന് മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ഒരു പ്രത്യേകത, ഈ ആത്മാവിനെ, ആത്മീയ ജീവിതത്തിന് വില കൊടുക്കാത്ത ഒരു കാഴ്ചപ്പാട് ഇന്ന് സമൂഹത്തിലുണ്ട്. എല്ലാവരും ചിന്തിക്കുന്നത് എനിക്ക് എന്ത് കിട്ടും, എവിടെ പോകാൻ പറ്റും, എന്ത് ജോലി കിട്ടും. ഇന്ന് കർത്താവിനെ വിളിക്കുന്നത് ഈ ഭൗതിക കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. ഒരു ജോലിക്ക് വേണ്ടി തന്നെ പ്രാർത്ഥിക്കുന്ന ആൾക്കാരുണ്ട്. ഒരു ജോലി മാത്രം, അതിനു വേണ്ടി മാത്രം ദൈവത്തെ വിളിക്കുന്നത്. ചിലരൊക്കെ ഇങ്ങനെ ധ്യാനം കൂടാനായിട്ട് വരുന്നത് ഒരു ജോലിക്ക് വേണ്ടി മാത്രമാണ്. ആത്മീയ ജീവിതത്തെക്കുറിച്ച് അവന് അല്പം പോലും അതിനെക്കുറിച്ച് ഗൗരവമായിട്ട് ചിന്തിക്കുന്നില്ല, അല്ലെങ്കിൽ അതിന് വില കൊടുക്കുന്നില്ല. പാപിയായിട്ട് ജീവിച്ചാലും പാപജീവിതം നയിച്ചാലും പ്രാർത്ഥനാ ജീവിതം ഇല്ലെങ്കിൽ പോലും പള്ളിയിൽ പോകുന്നില്ലെങ്കിൽ അതൊന്നും വേണ്ട. ദൈവത്തെ ഒരു കാര്യത്തിന്, അവൻ്റെ ഭൗതികമായ കാര്യത്തിന് വേണ്ടി, നിൻ്റെ ആത്മാവിന് വേണ്ടി നീ എത്രമാത്രം പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് എൻ്റെ പ്രിയപ്പെട്ട സഹോദരി നീ ഒന്ന് പരിശോധിക്കണം. നിൻ്റെ ആത്മരക്ഷയ്ക്ക് വേണ്ടി നീ എത്രമാത്രം അധ്വാനിക്കുന്നുണ്ട്. ഈ ഭൂമിയിൽ ആത്മരക്ഷയ്ക്ക് വില കൊടുക്കുന്ന ഒരു മകന്, ഒരു മകൾക്ക് ദൈവം കൊടുക്കുന്നൊരു വിലയുണ്ട്. ഭൗതിക രക്ഷയ്ക്ക് വില കൊടുക്കുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ നിൻ്റെ ജീവിതത്തിൽ ദൈവം മാറിപ്പോകുന്ന ഒരു അനുഭവം നിനക്കുണ്ടാകും. നിൻ്റെ ആത്മരക്ഷയ്ക്ക് നീ വില കൊടുക്കുക, നിൻ്റെ ആത്മീയ ജീവിതത്തിന് നീ വില കൊടുക്കുക, നിൻ്റെ ആത്മീയ സന്തോഷത്തിന് നീ വില കൊടുക്കുക. കർത്താവിൻ്റെ അടുത്ത് ഇരിക്കുക, കർത്താവിൻ്റെ അടുക്കലെന്ന് ആയിരിക്കുക. അതാണ് അന്യസ്ഥലത്ത് 1000 ദിവസത്തേക്കാൾ ഞങ്ങളുടെ ഗണത്തിൽ ഒരു ദിവസം എത്രയോ അഭികാമ്യമെന്ന് വചനം പറയുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യേശു ആ നല്ല കള്ളൻ്റെ നേരെ നോക്കുന്നത് അവൻ്റെ മരണാവസ്ഥയിലെത്തിരിക്കുന്ന അവൻ്റെ ആത്മാവിന് വിലയുള്ളതുകൊണ്ടാണ്. കർത്താവ് ഈ കാലഘട്ടങ്ങളിലൊക്കെ ഓരോ പാപിയുടെ നേരെ നോക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ബൈബിളിൽ യാക്കോബിൻ്റെ ലേഖനം 5-ാമത്തെ അധ്യായത്തിൽ 20-ാമത്തെ ഒരു വചനമുണ്ട്. യാക്കോബ് 5:20, പാപിയെ തെറ്റായ മാർഗത്തിൽ നിന്ന് പിന്തിരിക്കുന്നവൻ തൻ്റെ ആത്മാവിനെ മരണത്തിൽ നിന്ന് രക്ഷിക്കുകയും തൻ്റെ നിരവധിയായ പാപങ്ങൾ
തുടച്ചു മാറ്റുകയും ചെയ്യുന്നുവെന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളുവിൻ. പാപിയെ തെറ്റായ മാർഗത്തിൽ പിന്തിരിക്കുക, പാപജീവിതത്തിൽ കൊണ്ടുവരിക. ഏറ്റവും വലിയ സുവിശേഷ പ്രഘോഷണം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഈ മാനസാന്തരമാണ്. അതുകൊണ്ടാണ് സ്നാപയോഹന്നാൻ വന്ന് ഈ അനുതാപ സ്നാനം പ്രസംഗിക്കുന്നത്. വൃക്ഷത്തിൻ്റെ വേരിന് കോടാലി വെക്കപ്പെട്ടിരിക്കുന്നു, നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷമെല്ലാം വെട്ടി തീയിലെറിയപ്പെടും. അനുതാപ സ്നാനമാണ്. അനുതപിക്കുക, പാപങ്ങളോർത്ത് കരയുക. അനുതാപമാണ് ദൈവത്തിൻ്റെ കരുണയെക്കുറിച്ച് കൂടുതലായിട്ട് ധ്യാനിക്കാനായിട്ട് പ്രേരിപ്പിക്കുന്നത്. അനുതപിക്കുന്ന പാപി കർത്താവ് നമുക്ക് വേണ്ടി സഹിച്ച പീഡകളെ ഓർത്ത് കരയുകയാണ് ചെയ്തത്. അപ്പോൾ അങ്ങനെ ഒരു അഭിഷേകം ഉണ്ടാകാൻ വേണ്ടി പ്രത്യേകമായിട്ട് പരിശ്രമിക്കണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാലാമത്തത്, നീ അനുതപിക്കുമ്പോൾ ദൈവം നിൻ്റെ കഴിഞ്ഞ ജീവിതം മുഴുവൻ മറക്കും. അതാണ് ദൈവത്തിൻ്റെ ഒരു പ്രത്യേകത. നിൻ്റെ കഴിഞ്ഞ കാലത്തെ മുഴുവൻ ദൈവം മറന്നു കളയും. ഒരു പാപി തിരിച്ചു വരുമ്പോൾ അവൻ്റെ കഴിഞ്ഞ ജീവിതം മുഴുവൻ മറന്നു കളയും. അതുകൊണ്ടാണ് ഈ ധൂർത്തപുത്രൻ്റെ ഉപമയിൽ മൂത്തപുത്രൻ പരാതിയായിട്ട് ഈ അപ്പനോട് പറയുന്ന ഒരു ഭാഗമുണ്ട്. ലൂക്കായുടെ സുവിശേഷം 15-ാമത്തെ അധ്യായം 30-ാമത്തെ തിരുവചനം. എന്നാൽ വേശ്യകളോട് കൂട്ടുചേർന്ന് നിൻ്റെ സ്വത്തെല്ലാം ധൂർത്തടിച്ച നിൻ്റെ ഈ മകൻ തിരിച്ചു വന്നപ്പോൾ അവന് വേണ്ടി നീ കൊഴുത്ത കാളയെ കൊന്നിരിക്കുന്നു. അതാണ് ഈ ഓർത്തിരിക്കുക. അവൻ ചെയ്തതെല്ലാം ഓർത്തിരിക്കുകയാണ് ഈ മൂത്തപുത്രൻ. അവൻ എങ്ങനെ ജീവിച്ചത്, അവൻ എങ്ങനെ പെരുമാറിയത്, ഇതെല്ലാം ഓർത്തിരിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അടുത്ത വചനം പറയുന്ന, അതായത് ഈ പിതാവിനെക്കുറിച്ച് പറയുന്ന കാര്യമാണ്. ആ വചനം ഇങ്ങനെയാണ്. ലൂക്കായുടെ സുവിശേഷം 15-ാം അധ്യായം 32-ാമത്തെ തിരുവചനം. ഇപ്പോൾ നമ്മൾ ആനന്ദിക്കുകയും ആഹ്ലാദിക്കുകയും ചെയ്യണം, എന്തെന്നാൽ നിൻ്റെ ഈ സഹോദരൻ മൃതനായിരുന്നു, അവനിപ്പോൾ ജീവിക്കുന്നു, നഷ്ടപ്പെട്ടിരിക്കുന്നു, ഇപ്പോൾ കണ്ടുകിട്ടിയിരിക്കുന്നു. അപ്പോൾ കഴിഞ്ഞ കാലത്ത് അവൻ ഒരു പാപിയായിട്ട് ജീവിച്ചവനാണ്, അവൻ തിരിച്ചു വന്നില്ലേ. അങ്ങനെ അതിനെ പ്രതി സന്തോഷിക്കുന്ന ദൈവം. അപ്പം അതുകൊണ്ട് ഒരു പാപിയുടെ തിരിച്ചു വരവിൽ കഴിഞ്ഞ കാലത്തെ അവൻ്റെ ജീവിതത്തിൻ്റെ പാപമേഖലകളെല്ലാം മറക്കുന്ന ദൈവമാണ്. അപ്പോൾ ദൈവം മറക്കണമെങ്കിൽ നീ തിരിച്ചു വരണം, നീ ദൈവത്തിൻ്റെ സ്നേഹം തിരിച്ചറിയണം, നീ അനുതപിക്കണം, നീ നിന്റെ പാപങ്ങളെ ഓർത്ത് കരയണം. അങ്ങനെ തിരിച്ച്, അതുകൊണ്ടാണ് പ്രഭാഷകൻ്റെ പുസ്തകം 17-ാമത്തെ അധ്യായത്തിൽ 29-ാമത്തെ തിരുവചനത്തിൽ ഈ തിരിച്ചു വരുന്നവനെക്കുറിച്ച് പറയുന്ന ഒരു ഭാഗമാണ്. കർത്താവ് തൻ്റെ അടുക്കലേക്ക് തിരിയുന്നവരോട് പ്രദർശിപ്പിക്കുന്ന കാരുണ്യവും ക്ഷമയും എത്ര വലുതാണ്. കർത്താവ് തൻ്റെ അടുക്കലേക്ക് തിരിയുന്നവർ, ദൈവത്തിൻ്റെ അടുക്കലേക്ക് തിരിയുന്നവരോട് കാണിക്കുന്ന കരുണയും ക്ഷമയും ഒക്കെ എത്ര വലുതാണ്. അപ്പോൾ ആ കരുണ അനുഭവിക്കാനായിട്ട് നമുക്ക് കഴിയണം, ദൈവകരുണ അനുഭവിക്കാനായിട്ട്. ഈ ശുശ്രൂഷയെ സംബന്ധിക്കുമ്പോൾ ഈ ദൈവകരുണ അനുഭവിക്കാനായിട്ട് നമുക്ക് ഇടയാകട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ മുറിപ്പെടുത്തുന്നവനെ അനുഗ്രഹിക്കുന്ന ദൈവം, മുറിപ്പെടുത്തുന്നവനോട് കരുണ കാണിക്കുന്നു. തങ്ങൾ കുത്തി മുറിവേൽപ്പിച്ചവനെ നോക്കി നിൽക്കും. അപ്പോൾ ഈ 4 പോയിൻ്റ് നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരണം. ഒന്ന്, പാപത്തിൻ്റെ പരിണിതഫലവും ദൈവസ്നേഹവും ധ്യാനിക്കുമ്പോഴാണ് ദൈവം എത്രമാത്രം ഒരു പാപിയെ സ്നേഹിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കാനായിട്ട്. നിൻ്റെ പാപവും ഈ പാപത്തിൻ്റെ പരിണിതഫലമായിട്ട് നിൻ്റെ അവസ്ഥയും നിന്നോട് ദൈവം കാണിക്കുന്ന സ്നേഹവും ഒരേ സമയം ധ്യാനിക്കുമ്പോഴാണ് പാപം വെറുത്തുപേക്ഷിക്കാനും പാപജീവിതത്തെ വെറുത്തുപേക്ഷിച്ച് ദൈവത്തിൻ്റെ സ്നേഹത്തിലേക്ക് വരാനായിട്ട് നിനക്ക് ശക്തി തരുന്നത്. രണ്ടാമത്തത്, പാപിയെ വിധിക്കുന്ന സമൂഹത്തിൽ ദൈവം ഒരു പാപിയെ ചേർത്ത് പിടിക്കുന്നവനാണ്. പാപിയെ വിധിക്കുന്ന സമൂഹത്തിൽ ദൈവം പാപിയെ ചേർത്ത് പിടിക്കും. മൂന്നാമത്, പാപിയുടെ ആത്മാവിന് ദൈവം കൊടുക്കുന്ന വില ഈ ഭൂമിയിൽ മനുഷ്യർ നൽകുന്ന വിലയല്ല. ഒരു പാപിയുടെ ആത്മാവിന് ദൈവം കൊടുക്കുന്ന വില അത്രമാത്രം വലുതാണ്. നാലാമത്, നീ അനുതപിക്കുമ്പോൾ നിൻ്റെ കഴിഞ്ഞ ജീവിതം ദൈവം മുഴുവനായിട്ട് മറക്കുന്നു. അങ്ങനെ ഒരു പുതിയ ജീവിതം നയിക്കുവാനും ഒരു പുതിയ വ്യക്തിയായിട്ട് മാറുവാനും നമുക്ക് പരിശ്രമിക്കാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കഴിഞ്ഞ കാലത്ത് നീ മുറിപ്പെടുത്തിയവനാണെങ്കിൽ, ദൈവത്തെ മുറിപ്പെടുത്തിയവനാണെങ്കിൽ, കഴിഞ്ഞ കാലത്ത് നിൻ്റെ ജീവിതത്തിൻ്റെ സന്തോഷങ്ങൾ കൊണ്ട് ദൈവത്തെ വേദനിപ്പിച്ചവനാണെങ്കിൽ, പൗലോസ് ശ്ലീഹയെ പോലെ ഈശോയ്ക്ക് വേണ്ടി ജീവിക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. കണ്ണുകളടയ്ക്കാം. കർത്താവെ, കഴിഞ്ഞ കാലത്ത് ഞാൻ കർത്താവിനെ മറന്ന് ജീവിച്ചവനാണെങ്കിൽ ഇന്ന് ദൈവസ്നേഹത്തെ നിറഞ്ഞ് കർത്താവിന് വേണ്ടി ജീവിക്കുവാനുള്ളൊരു അഭിഷേകം നൽകണമേ, എന്നെ ബലപ്പെടുത്തണമേ, എനിക്ക് ശക്തി നൽകണമേ. എൻ്റെ ഉള്ളിൽ അവിടുത്തെ സ്വരം വെളിപ്പെടുത്തി കിട്ടി കർത്താവിൻ്റെ സാക്ഷ്യം വഹിക്കുവാനായിട്ട് എന്നെ ശക്തിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കാം. കർത്താവെ, ഈ വചന ശുശ്രൂഷ സംബന്ധിക്കുന്ന ഈ ദാസർക്ക് ശക്തമായൊരു അഭിഷേകം, പരിശുദ്ധാത്മാവിൻ്റെ ശക്തമായൊരു ദൈവാനുഭവം ഇവർക്ക് കൊടുക്കണമേ എന്ന് ആഗ്രഹിച്ച് 2 കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ദൈവസ്നേഹം അനുഭവിച്ച് യേശുവിൻ്റെ ശക്തമായ സാന്നിധ്യം കൊണ്ട് നിറഞ്ഞ് കർത്താവിനെ ഒന്ന് സ്തുതിച്ച് ആരാധിക്കട്ടെ. ഒരു പുതിയ വ്യക്തിയായിട്ട് മാറട്ടെ, ഒരു രൂപാന്തരീകരണം നിനക്ക് സംഭവിക്കട്ടെ. ദൈവത്തിൻ്റെ കൃപ നിന്റെ മേൽ ചൊരിയപ്പെടട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധിക്കുന്നു, 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 സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു.
ഹാലലുയ, ഹാലലുയ. കർത്താവിൻ്റെ വലിയ കരുണയുടെ അഭിഷേകം നിൻ്റെ മേൽ ചൊരിയപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിന്നെ ശക്തനാക്കട്ടെ, നിന്നെ ബലപ്പെടുത്തട്ടെ, നിൻ്റെ മേൽ കർത്താവിൻ്റെ അഭിഷേകം ചൊരിയപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹാലലുയ, 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 ഹാലലുയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ആമേൻ. ഓരുമോ നാമെല്ലാം യേശുവിൽ അഭിമാനിച്ചിടാം. ഓരുമോ നാമെല്ലാം യേശുവിൽ അഭിമാനിച്ചിടാം. നമ്മുടെ നാഥൻ ഒലിവുമലയിൽ അന്ന് നൽകിയ മിഷൻ ദൂത് തലമുറ തലമുറ കൈമാറി കെടാതെ ഞങ്ങൾ ഘോഷിക്കും, കെടാതെ ഞങ്ങൾ ഘോഷിക്കും.